നീ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വായിൽ വെള്ളം വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാ? വിശക്കുന്നുണ്ടോ? അപ്പം നമ്മൾ സലാഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ബിരിയാണിയാണ്, പക്ഷേ ഇതാ കിട്ടിയോളൂ. അവരവർ വന്ന് എടുക്കുക. എടുത്തോടോ. അവിടെ നിന്ന് പാസ്സാക്കുക. ഇനി എടുത്തോ. പീസില്ല, കടയിൽ തീർന്നു പോയി. അതുകൊണ്ട് നമുക്ക് റൈസ് മാത്രം കിട്ടിയോളൂ. ഇത് നീ കണ്ടില്ലായിരുന്നല്ലോ. യെസ്, ഇതാണ് നമ്മുടെ മിനി സ്റ്റൗ. എങ്ങനെയുണ്ട്? ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം, മനസ്സിലായില്ല? സിമ്പിളാണ്. എന്നിട്ട് ഇതിൻ്റെ അടുപ്പ് എടുക്കുക. ഇങ്ങനെ എടുക്കുക. ഇതിൽ ഗ്യാസ് കുറച്ച് കുറവാണ്, പക്ഷേ എന്നാലും ഒരു നൂഡിൽസ് വെച്ച് കഴിക്കാനുള്ളത് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസ് ചെയ്യുക, പിന്നെ ലോക്ക് ചെയ്യുക. ഇത് ലോക്കഡായി. ഓക്കെ, അപ്പോൾ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇവിടെ കുറച്ച് പരിമിതികളുണ്ട്. നമ്മളൊരു കിണറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? പാത്രം. ഇതെന്താ ഉള്ളിയാണോ? ഉള്ളിയുടെ ഒരു തോൽ അവിടെ ഒട്ടി ഉണ്ടാകും. അതവിടെ സൈഡിലിരിക്കട്ടെ. ഇത് നമ്മുടെ നൂഡിൽസ്. ഒന്നിച്ചിട്ട് അത് വെന്ത് ഭയങ്കര രസം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു പച്ചപ്പ് കിട്ടുമല്ലോ. സിലിണ്ടർ ഇപ്പറ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. കത്തിക്കാൻ വേണ്ടി പോകണേ. കണ്ടാ? അപ്പോൾ ഇതിലോട്ട് നമുക്ക് പാത്രം വെച്ച് വെള്ളം ഒഴിക്കാം. കണ്ടാ? പുക വരുന്നുണ്ടോ? അതിൻ്റെ കുറയ്ക്കണേ. ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് മനസ്സിലായോ? ഇത്ര ഉണ്ട്. ഇതാ കുറേ ആയില്ലേ? കുറച്ച് ബാക്കി വെക്കണേ. ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് ചൂടായി വരട്ടെ. അപ്പോൾ തന്നെ നമുക്കിത് പൊട്ടിച്ച് നമുക്കിടാം. നമ്മൾ മറ്റേ ഇത് ചൂണ്ട ഇങ്ങനെ എന്താ പറയുക, കാസ്റ്റ് ചെയ്ത് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ എന്തോ വന്ന് അടിച്ചു. ഞാൻ അപ്പുറത്തോട്ടാണ് ഇട്ടത്. ഒഴുക്കും അങ്ങോട്ടാണ് ഉള്ളത്. പക്ഷെ എന്താ പറയുക, എന്തോ ഒരു സാധനം ഇങ്ങോട്ട് കയറി വന്നു. ഒഴുക്കിൻ്റെ ഓപ്പോസിറ്റ് കയറി വന്നു. വലിച്ചിട്ട് വരുന്നില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് വലിച്ചെടുത്തു. പൊട്ടിപ്പോയി. അത് ഇതിൻ്റെ ഉള്ളിയുടെ ഇലയാണ്. കുഴപ്പമില്ല കേട്ടോ. ഐശ്വര്യമായിട്ട് പൊട്ടിക്കട്ടെ. എനിക്ക് വേണ്ട കേട്ടോ. മൊത്തം ഇടണോ? വെള്ളം മതിയാവില്ല, അതാണ്. മൊത്തം ഇടാനുള്ളത് മതിയാവില്ലടാ. പകുതി ഇടാം. അടുത്ത ദിവസങ്ങൾ നമുക്ക് ചെയ്യാം, നീ പോയ ശേഷം. യെസ്, ഒന്നിട്ടു. ഇതിൽ രണ്ടോട്ട് കേട്ടോ. എത്ര ഇതിൽ ഫില്ലാവും അത്ര ഇടാം. ഇപ്പം 4 ഒന്നും കൂടെ ഇട്ടാലോ? ഒന്നും കൂടെ ഇടാൻ വേണ്ടി പോവാണ്. യെസ്, അത് മതി. ഇനി ഇട്ടെങ്കിൽ നീ ഓർമ്മയുള്ളൂ. ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ കണ്ടിച്ചോ? കണ്ടാ? പകുതി പുറത്ത് പോയി. നിനക്ക് എങ്ങനെയാടാ ജോലി കിട്ടിയത്? അല്ല, അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇതിലുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയില്ലടാ. ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഇത് ഇങ്ങനെ ക്രോസ് കണ്ടിച്ചാൽ മതി. അതെ. എ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. എന്നല്ലേ? നീ എന്ത് ചെയ്യുക? സെൽഫി എടുക്കും. അപ്പോൾ നമുക്ക് തവിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റോഫെ കത്തിയെടുത്ത് നമ്മൾ ഇളക്കും. ഓർമ്മ ബാക്കിയുണ്ട്. അതിനുള്ള വെള്ളമില്ല, തികയില്ല. അത് ലാസ്റ്റിട്ടിട്ട് കാര്യമില്ല. നന്നായിട്ട് ഇത് കുറച്ച് കുതിരണം. കുതിരുന്നില്ലെങ്കിൽ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. അപ്പോഴതിൻ്റെ ഒരു ഈ നൂഡിൽസ് ആക്ച്വലി നല്ലതല്ല ഹെൽത്തിന്. പക്ഷെ അത് കഴിക്കാൻ നേരത്തൊരു ആ ഒരു വൈബിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കൂലേ, അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു തണുപ്പും അതൊക്കെ വേണം. നമ്മൾ ഹൈ റേഞ്ചിൽ പോയി കഴിച്ചപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരുന്നല്ലേ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇട്ടോ എന്ന് പറഞ്ഞ് കഴിച്ചു. എടാ, നിങ്ങൾ പഠിക്കണടാ. ഓരോ കുക്കിങ്ങും പഠിക്കണം. തീർച്ചയായിട്ടും. അതിന് 400 സംതിങ്. എല്ലാം ചേർത്ത്. ഇല്ല, അത് തീരുമ്പോൾ എക്സ്ട്രാ മേടിക്കണം. 10-400 ഒക്കെ ഉണ്ടാവും. അല്ല, 10-400 എന്ന് പറയുമ്പോൾ അതിൽ 3 ഒക്കെ ഉണ്ടാവും. ഡേ പറയാന്ന് പറയുമ്പോൾ നീ ഡേ മൊത്തം കത്തിച്ചോണ്ടിരിക്കുവാണെങ്കിൽ ഇത് ഞാൻ നമ്മൾക്ക് എത്രയായിടാ? കുറേ ആയി.
ഹൈ റേഞ്ചിൽ പോയപ്പോൾ 2 പ്രാവശ്യം, ഒന്ന് ഒറ്റയ്ക്ക് പോയപ്പോഴും. ഇതിൻ്റെ ഓണർ കാണുന്നുണ്ടോ കേട്ടോ വീഡിയോ, സൂക്ഷിച്ചേ. ചെറുതായിട്ട് വീട്ടോ, നമുക്ക് ഒരു സവാളയുണ്ട്, സവാള നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഓൾ ഇൻ വൺ. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളൊരു കൊടും കാടിൻ്റെ നടുക്കാണ്. അപ്പോൾ നമ്മുടെ ആൾമോസ്റ്റ് എല്ലാം ക്യാമ്പിംഗ് ഒക്കെ കാടിൻ്റെ നടുക്കായിരിക്കും. അപ്പോൾ ഇന്ന് ക്യാമ്പിംഗ് അല്ല, നമ്മളിങ്ങനെ വന്നാണ്. സ്റ്റേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കാട്ടിൽ. സ്റ്റേ ചെയ്യണമെങ്കിൽ നമ്മൾ ജീവനോടെ തിരിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വേണം. ഞാൻ ഇതിൻ്റെ ഫുൾ ലെയർ ഞാൻ മാറ്റിയിട്ടോ. സവാള 2ആയിട്ട് മുറിക്കണം. മുറിച്ച ശേഷം എന്ത് ചെയ്യണം? അരിഞ്ഞിടണം. പിടിച്ച് കൈ ഫ്രഷ് ആണോ? ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത്. പിന്നെ അറിയാൻ സമയം കിട്ടില്ലെങ്കിലോ? പുലിയൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പുലി എവിടെ വരണം? എന്താക്കും? നിങ്ങൾ ജമ്പാക്കണം. നീന്താന്നറിയുമല്ലോ. എടാ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പോയി കാണും. 2 പച്ചമുളക്, മിളകായി. ഇത് കഴുകണ്ടേ? ഈ വെള്ളത്തിൽ കഴുകണോ? കൈ എന്ന് ഇന്നലെ കൈ മുറിച്ചു പോയത്. അയ്യോ അത് വീണ്. എടുത്തു വെച്ച് കഴുകേണ്ട ആവശ്യമില്ലടാ, മുറിക്കാൻ. ഇങ്ങനെ മതി, ഇങ്ങനെ ഇട്ടിട്ടെ, ഒരു സ്പൈസിനെസ് വരട്ടെ. ഞാൻ എങ്ങനെയുണ്ട്? മറ്റേ സവാള ലാസ്റ്റ് ഇട്ട പോരെ? നല്ല രുചി. അയ്യോ എപ്പിടാ, സ്മെൽ എങ്ങനെയുണ്ട്? പുളിയല്ലേ? ആരെങ്കിലും വരുന്നുണ്ടോ? മനുഷ്യന്മാർ തിരിച്ചു പോകാനോ? ഇരുട്ടാന്നൊക്കെ. എവിടെ പോണോ? പിന്നെ ഇന്നലെ ഇവന് ചെറുതായിട്ടൊന്ന് വീണായിരുന്നു കേട്ടോ, അത് പറയണോ? ഇവന് വീണത് വിഷമമായില്ല, ഇത് നമ്മളെ കണ്ടതാണ് ഇവന് പ്രശ്നമായത്. അതായത് ഈ ഓന്തെത്തി നോക്കൂലേ, വീണ ശേഷം രാത്രി നമ്മൾ നോക്കിയത് പാവം. ഇന്നലെ 2 പ്രാവശ്യം അതേ സ്പോട്ടില്. ആ പാത്രത്തിൽ ഇട്ട് കഴിക്കാനാ? നമ്മൾ നേരത്തെ വന്നപ്പോഴേ ഉച്ചക്കേ വന്നത്, അപ്പം ബിരിയാണിയാണ് ഉദ്ദേശിച്ചത്. കിട്ടിയത് കുഷ്കിയായിപ്പോയി. ബിരിയാണി റൈസ് മാത്രമായിരുന്നു, കാലിയായി എന്ന് പറഞ്ഞു. അതൊക്കെ പിടിച്ചു കൊണ്ടിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരം കാസ്റ്റ് ചെയ്തത്. അത് കാസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാത്തതെന്ന് പറയുമ്പോൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്, ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഒരുപാട് ബൈറ്റ് ട്രൈ ചെയ്തു, പക്ഷെ ഒന്നിലും അടിക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. പുഴ തുടങ്ങുന്ന ഒരു ഏരിയ ആണല്ലോ പശ്ചിമഘട്ടത്തിൽ. അപ്പോൾ ഇവിടെ അധികം വലിയ മീനൊന്നും കാണാൻ സാധിക്കില്ല. ഏകദേശം നമ്മൾ കണ്ട ആ മിനിയാന്ന് ആ വീഡിയോയിൽ കാണിച്ചില്ലേ, അത്രയും വലിയ മീനാണ് ഉള്ളത്. അപ്പോൾ അതെന്ന് പറയുമ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ തോട്ടയിട്ട് പൊട്ടിച്ചാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇതിനൊരു വംശനാശിനി തന്നെയാണ്. ചെറിയ മീനുണ്ടെങ്കിലും ഇതുകൊണ്ട് ചെറുതാണിത്. ഇത് അപ്പുറത്തെ ഈ കുഴിയിൽ നിന്ന് മാറി അപ്പുറത്തെ കുഴിയിലോട്ട് പോകും. ഇത് 1.5 കുഴിയല്ലേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര ആഴമുണ്ടെന്ന്? ഈ വീഡിയോ ഒക്കെ കാണാൻ നേരത്തെ എനിക്ക് എന്താ തോന്നിയത്? കൂടുതലുണ്ടാവാനേ സാധ്യതയുള്ളൂ. ചെറുതായിട്ട് അടുക്കി പിടിച്ചു കേട്ടോ. കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ സ്റ്റൗ വാങ്ങിൽ, ഈ സ്റ്റൗ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇങ്ങനത്തെ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് നീ വാങ്ങാൻ പാടില്ല. ഒരു കേബിൾ പോലെ, ഒരു പൈപ്പ് പോലെ എക്സ്ട്രാ വേണം. ഈ തീ കത്തിൻ്റെ അടുത്ത് തന്നെ ഈ സിലിണ്ടർ ഉണ്ടാകാൻ പാടില്ല, മനസ്സിലായല്ലോ? ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാവുന്ന കൂട്ടുള്ള ഒരു സിലിണ്ടർ കിട്ടും, അത് നീ വാങ്ങണം, മനസ്സിലായല്ലോ? ഇതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കോൾഡാണല്ലോ, ഒരുപാട് ചൂടൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് വലിയ രീതിയിൽ ചൂട് ഏൽക്കാത്തത്. ഇല്ലെങ്കിൽ ഇതിന് ചൂടേക്കെങ്കിൽ ഇത് തിരക്കാനുള്ള സാധ്യതയുണ്ട്. എന്തില്? അതോ കുറച്ച് ചൂടാറിയിട്ട് ഇടാം. അടുക്കി പിടിച്ചു കേട്ടോ, അതാ അതിൻ്റെ സ്മെല്ല്. തീ കുറച്ച് കൂടി പോയി. ഓഫ് ചെയ്യണോ? ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ പറയണേ. ഊതിക്കോ ഊതിക്കോ. എനിക്കും കാറ്റ് വന്നു. കത്തി എങ്ങനെയുണ്ട്? ഓക്കെയാണ്. എന്തെങ്കിലും കൂട്ടണോ കുറയ്ക്കണോ?
അതന്നെയാണോ ഉണ്ടാക്കിയത്? ഇതിൽ തന്നെ കഴിക്കാം. അത് കഴിക്കറാ, ഒന്നും ക്ലിയർ ആവില്ലേ? ഓക്കെ, എടുത്തോ. എടി റോപ്പ്. ആ, പിടിച്ചോ. യെസ്, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നൂഡിൽസ് അതിമനോഹരമായ ഈ കാടുകളുടെ നടുവേ നമ്മൾ 3 പേര് മാത്രം കഴിക്കുന്നു. മതിയുടെ എക്സ്പ്ലെയിൻ. അതെ, അതിനുള്ള പേഷ്യൻസ് ഇല്ല. ഓക്കെ, അടുത്ത പാത്രം വരൂ. ഇങ്ങനത്തെ മാഗി ഇന്നുവരെ ഞാൻ കഴിച്ചിട്ടില്ല. കമത്തി പിടിയേ. മുളക് എല്ലാം നിനക്ക് കിട്ടിയല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടോ റൗഫേ? നമ്മൾ ഇത്ര നേരം ഈ ഒരു ഭാഗത്താണ് ചൂണ്ടായിട്ട് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന സ്പേസ് തന്നെയാണ്. വെള്ളം ഇല്ലടാ, അതാ ഒരു പ്രശ്നം. കൈ കഴുകാനുള്ള വെള്ളമുണ്ട്, താഴെ ഇറങ്ങിക്കോ. അവിടെ ഒരു കിണറുണ്ട്. അതിൽ വെള്ളമില്ല, ഒട്ടുമില്ല. ആ, തെല്ലുണ്ട് ഒരു അടപ്പിൻ്റെ അത്രയും ഗ്യാപ്പിൽ. ദാഹിക്കുന്നുണ്ടല്ലേ? ടൗണിൽ പോയിട്ട് ജ്യൂസ് മേടിച്ചു തരാം. അല്ല, കഴിച്ചു കുറച്ച് എടുക്കാം. ഇല്ല, മതി, എനിക്ക് മതി. എനിക്കൊരു മിനിറ്റ്. എടുത്തോ, ഒരു കയ്യിലെടുത്തോ. എന്തി ദാഹിക്കുന്നുണ്ടോ? ഇനി പോണെങ്കിൽ എന്തെങ്കിലും അല്ലേ? പക്ഷെ വാട്ടറല്ലടാ ഇവിടെ ഉള്ളത്. ശുദ്ധമാടാ, നോക്ക്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാടിൻ്റെ നടുവിലൂടെ ഒഴുകി വരുന്ന വെള്ളമല്ലേ, കണ്ടില്ലേ? അവിടെ ഒരു കുഴി കൂടെ ഉണ്ട്, മുകളിൽ പോയെങ്കിൽ അവിടെ ഒരു കുഴിയുണ്ട്. അവിടെ പോയെങ്കിൽ എന്തായാലും പുലി എന്തെങ്കിലും കാണും അപ്പുറത്ത്, ഉറപ്പാണ്. നമ്മൾ അപ്പുറത്ത് പോകണമെങ്കിലേ ഈ ഒരു ഭാഗം കയറി ഇറങ്ങി പോകണം, കാട്ടീക്കര. ഇവിടെ കുറച്ച് തെന്നിയാലും താഴെ ഈ കുളമല്ല, ഈ പുഴ വന്ന് ചാടും. നല്ല ആഴമുണ്ട്. തിരിച്ചു കൊണ്ടുപോകണം കേട്ടോ പ്ലാസ്റ്റിക് ഒക്കെ. അത് കഴുകിക്കോ. അവസാനം നീ കഴിച്ചതല്ലേ? അവിടെ കഴിക്കും. എടാ, അവന് കഴുകി കൊടുക്കടാ. അത് ഡിസ്പോസ് അല്ല, അത് ഡിസ്പോസ് ആയെങ്കിൽ എൻ്റെ മമ്മി എന്നെ വീട്ടിൽ നിന്ന് ഡിസ്പോസ് ചെയ്യും. കൈ എടാ, അങ്ങ് ദൂരെ എന്തോ ഒരു അനിമൽസ് ഇറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രത്യേകതര ശബ്ദമൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. നടക്കുക, കണ്ടില്ലേ? സിമ്പിൾ അല്ലേ?